ക്യാരറ്റ് ഒക്കെ സാമ്പാറിലിടാൻ വേണ്ടി ഞാൻ മേടിച്ചതാ. എന്നാലും ഒരു ക്യാരറ്റിന്റെ പേരിൽ അവൾ കണക്ക് പറഞ്ഞു കളഞ്ഞല്ലോ. തന്റെ 1299 സത്ത് എന്താണ് പ്രശ്നം? ഇവിടെ ഒറ്റണത്തിനും ഞാൻ ചെലവാക്കുന്ന കാശിന് യാതൊരു വിലയില്ല. അപ്പൊ ചേച്ചി കണക്കപ്പിള്ളയായി വരുവാ. ഈ സാരി അമ്മൂമ്മയ്ക്ക് ആര് മേടിച്ചെന്ന്? ഇത് പണ്ട് അപ്പൂപ്പ മേടിച്ചു തന്നു. ഭാഗ്യം. ഇത് ഞാൻ മേടിച്ചെന്ന വളയല്ലേ? എവിടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലയോ? പിടിച്ചോ. ചേച്ചിക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം. കൊടുത്തേ പറ്റൂ. പണിയുണ്ട്. പണി എന്താണെന്നുള്ളത് പറയുന്നില്ല. എന്തായാലും എനിക്കൊന്ന് അടുത്ത എപ്പിസോഡിലായിരിക്കും പണി കൊടുക്കുന്നത് എന്താണെന്നുള്ളത് കാണിക്കുന്നത്. ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് എന്ന് മാത്രമേ പറയാവുള്ളൂ. അല്ല, ലച്ചു വന്നതോടുകൂടി തന്നെ പാറയുടെ വീട്ടിലെ ഫുൾ സെറ്റപ്പ് മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ എല്ലാവരും ഒന്ന് ഓണായിരിക്കുകയാണ്. ഫുൾ ഓൺ എനർജിയാണ്. ശിവയെ മാത്രമേ ഇപ്പം മിസ് ചെയ്യുന്നുള്ളൂ. ശിവയും കൂടെ വന്നു കഴിഞ്ഞാൽ നൈസ് ഒരു പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ നിങ്ങൾ കണ്ടാണ്. കണക്കപ്പിള്ളയായിട്ട് നമ്മുടെ ലച്ചു മാറിയിരിക്കുകയാണ്. ഒന്നിനും രണ്ടിനും പറഞ്ഞതിന് എല്ലാത്തിനും കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ലച്ചു. അതെന്തായാലും കോമഡി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. കേശുവൊക്കെ ഷർട്ടൊക്കെ ഊരി എറിയുന്ന ഒരു സീനൊക്കെ നിങ്ങൾ പ്രൊമോയിൽ കണ്ടാണ്. പക്ഷേ ഞാൻ മിസ് ചെയ്യുന്ന മെർലിൻ്റെ ആ ഒരു എപ്പിസോഡും കൂടി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു ബാക്കി അതെനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ കാണുമെന്ന് തോന്നുന്നു. മെർലിന് അങ്ങനെയൊന്നും ആ ഒരു ഉപ്പുമുളകിന്ന് മാറത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു തിരിച്ചുവരവ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടികളായിരിക്കും പോകുന്നത്. നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡുകൾ വരുന്നുണ്ട് ലച്ചു